ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ രാവിലെ എണീച്ച പാട് ഞാൻ അടുക്കളയിലെത്തിയാൽ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കലാട്ടോ. ഞാൻ പാത്രം കഴുകുന്നതൊക്കെ യൂട്ടിലിറ്റിയിലാണെങ്കിലും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അകത്ത് വെക്കും. എന്തോ അതൊരു ശീലമായിട്ടോ. കഴുകുന്നത് പുറത്താണെങ്കിലും അത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ അകത്ത് വെച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. പാത്രമൊക്കെ അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള ഒന്നും കൂടി വൃത്തിയാവും കേട്ടോ. എൻ്റെ അടുക്കള വൃത്തിയായിരിക്കുന്നത് കാണുന്നതാട്ടോ അന്നത്തെ ദിവസത്തെ എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്തത് കുക്കിങ്ങിലോട്ട് ഇറങ്ങാം. നവീൻ നാട്ടിൽ പോയിട്ടാണ്. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ. പൊതുവേ ഞാനും അവളും മാത്രമാകുമ്പോൾ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുഡായിരിക്കും. ദോശമാവ് കുറേ ഉണ്ടാവും. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് ജീവിക്കും. പക്ഷേ എങ്കിൽ ഇന്നെന്തോ എനിക്ക് എണീച്ച പാട് പുട്ടും കടലക്കറിയും കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എത്ര മടിയുണ്ടെങ്കിലും എണീച്ചങ്ങ് ഉണ്ടാക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട ബുൾസൈയും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഇപ്പത്തെ. പക്ഷേ ഈ വീഡിയോൻ്റെ ഉദ്ദേശം അതല്ല കേട്ടോ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ക്ലീനപ്പാണ്. അന്നൊരു ദിവസം വർക്ക് സ്പേസ് ക്ലീൻ ചെയ്തപ്പം ഞാൻ അന്നേ കാണിച്ചിരുന്നു ഒരു ഭാഗത്തെ അവളുടെ കളിസാനം. ആ ഒരു ബക്കറ്റ് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചിട്ട് ഇന്നത് അങ്ങ് ക്ലീൻ ആക്കാമെന്ന്. ഞാൻ അവളുടെ കളിസാനമൊക്കെ 3 മാസത്തിലൊരിക്കൽ ക്ലീൻ ആക്കും കേട്ടോ. പക്ഷേ അതിപ്പോൾ 6 മാസമായി ക്ലീൻ ആക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി രണ്ടും കൽപ്പിച്ചിട്ട് ഒറ്റ ഇരിപ്പിൽ അതൊന്ന് ക്ലീൻ ആക്കണം. മോള് സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പോൾ അവളില്ലാത്ത സമയം ക്ലീൻ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ വിചാരിച്ചു. അവൾ ഉള്ളപ്പോഴാണ് ഞാൻ ക്ലീൻ ആക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിൽ ഒരു സാധനം എന്നെക്കൊണ്ട് കളയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലും വലിയ ബെസ്റ്റ് ടൈമിംഗ് ഉണ്ടാവില്ല. ഞാൻ രാത്രി 6 മണിയാകുമ്പം ഭക്ഷണം കഴിക്കും. രാത്രിയില്ല, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയും മുട്ട ബുൾസൈയും കൊണ്ട് ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. ഇത് കഴിച്ചിട്ട് വേണം ഫുൾ എനർജിയോടെ ആ കളിസാനൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ശരിക്കും ഞാൻ ഈ വൃത്തിയാക്കുന്നതൊക്കെ ഈ വീട് ശരിക്കും വൃത്തികേടായതുകൊണ്ടല്ല, ബട്ട് എനിക്കൊരു മനസ്സുഖം അതൊരു ക്ലീനാക്കി വെക്കുമ്പോൾ. ഇതുപോലെ ക്ലീനാക്കാനും ചേഞ്ചസ് വരുത്താനും കുറേ ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, കുറേ കാര്യങ്ങളുണ്ട് ക്ലീനാക്കാൻ, ഇതൊക്കെ എപ്പോഴാണ് ചെയ്യുക. പിന്നെയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് ഞാനും വീടും ഇത് രണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം മെല്ലെ മെല്ലെ ക്ലീനാക്കിയാൽ മതി, അതിനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന്. ഞാൻ ഡിസൈഡ് ചെയ്തു മെല്ലെ മെല്ലെ ആണെങ്കിലും എനിക്ക് വീക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഞാൻ വേസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആവും. ഇന്ന് കളിസാനം ക്ലീനാക്കാനാണെങ്കിൽ അടുത്ത വീക്ക് ഓഫിൽ ഞാൻ വേറെ എന്തെങ്കിലും ക്ലീനാക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം വീട്ടിൽ എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചു. എൻ്റെ വീക്ക് ഓഫ് വരുന്നത് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആട്ടോ. അതുകൊണ്ട് തന്നെ മോക്ക് സ്കൂളുണ്ട് ആ 2 ദിവസം. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇരുന്ന് ടൈം എടുത്ത് ക്ലീനാക്കാം. ഞാൻ എന്തെങ്കിലും ക്ലീനാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരേ ഒരു റൂളാട്ടോ, പാട്ട് കേൾക്കില്ല, TV കാണില്ല, ഒരു ഡിസ്ട്രാക്ഷൻസും ഞാൻ ചെയ്യില്ല. അങ്ങനെ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലായിരിക്കും ശ്രദ്ധ. എൻ്റെ ഒരേ എയിം ഇതെങ്ങനെയെങ്കിലും ക്ലീനാക്കി തീർക്കുക, അതും മോള് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്നതിന് മുന്നേ ഇതൊന്ന് ക്ലീനാക്കി സെറ്റാക്കി വെക്കുക. അത് മാത്രമായിരിക്കും. ആദ്യം ഞാൻ ചെയ്തത് ഡീക്ലട്ടറാണ്. ആവശ്യമില്ലാത്ത കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് എന്നല്ല, കുറേ പൊട്ടിയ ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ അവളുടെ കളറിംഗ് ബുക്ക്, ഫിനിഷ്ഡായ കളറിംഗ് ബുക്ക് ഉണ്ടായിരുന്നു, കുറേ പേപ്പർ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യമില്ലാത്തത് മാറ്റി വെച്ചു, ആവശ്യമുള്ളത് വേറെ സൈഡിൽ മാറ്റി വെച്ചു. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സിപ്ലോക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ എല്ലാ ടോയ്സും സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരോ സിപ്ലോക്ക് കവറിൽ വെക്കണം എന്നാണ്. അപ്പം എടുക്കുമ്പോഴും ഈസി ആയിരിക്കും. തിരിച്ച് അതിൽ തന്നെ വെച്ചാൽ കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും. ഈ ക്ലീനാക്കുന്ന ടാസ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ അവളുടെ എല്ലാ ടോയ്സും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അവൾ വരച്ച പേപ്പറും എല്ലാം ഈ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബക്കറ്റ് മാത്രം എനിക്ക് ക്ലീനാക്കിയാൽ മതി. റൂമായിട്ട് പോയിട്ട് എവിടേക്കാണ് ടോയ്സ് എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവൾ കളിച്ചു കഴിഞ്ഞാൽ അവളായിട്ട് തന്നെ ക്ലീനാക്കും. ഇൻ സെൻസ് എല്ലാം എടുത്തിട്ട് അവൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കും. പക്ഷേ ആ ബാസ്ക്കറ്റ് നിറഞ്ഞു പോകുന്നതിന് മുമ്പേ ക്ലീനാക്കി ഡീക്ലട്ടർ ചെയ്ത് വെക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഫൈനലി ഇതാട്ടോ, ഞാൻ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരോ സിപ്ലോക്ക് കവറിലേക്ക് വെച്ചു. ഇതുകൊണ്ട് ഐ ഫീൽ അവൾക്ക് എന്തെങ്കിലും കളിസാനം എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് ഏത് കളിസാനാണ് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. ആ ബക്കറ്റിൽ എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പം
ചിലപ്പം അവൾക്ക് ആവശ്യമുള്ള കളിസാധനം കിട്ടിയെന്ന് വരില്ല. സോ ഇതാണെങ്കിൽ കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ടാവും. ഇനി ആ കവറിൽ നിന്ന് ആ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ കവറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ബക്കറ്റ് നിറയുന്നൊരു പ്രശ്നം വരില്ല, അൺലെസ് അവളുടെ വീണ്ടും മറ്റേ പേപ്പർ വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയ നല്ല വൃത്തിയായിട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സിപ്ലോ കവർ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു ഇനി അടുത്ത സെഷനിൽ ഉപയോഗിക്കാൻ. പിന്നെ ക്ലീനാക്കുന്ന സമയത്ത് ഞാൻ മാറ്റി വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് അവളുടെ പെൻസിൽ ബോക്സസ്. അവൾക്ക് 1-2 അല്ല, എനിക്കൊന്ന് 10ാം ക്ലാസ് വരെ ഉപയോഗിക്കേണ്ട പെൻസിൽ ബോക്സസ് ഉണ്ടായിരുന്നു. അപ്പം 2-3 മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി 2-3 ഞാൻ മേലത്തെ സ്റ്റോറേജിൽ വെച്ചു. കൂടെ ആ പാക്കറ്റിൽ കാണുന്നത് നിങ്ങൾ പെൻസിലും പെന്നും ഇറേസർ, സ്കെയിൽ, ഷാർപ്നർ അങ്ങനെ ഒരു ലോഡ് ഐറ്റമാണ്. ഇവർക്ക് ഓരോ ബർത്ത്ഡേ സമയത്ത്, ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ സമയത്ത് ഇവൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് പോലെ കിട്ടും. ആ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ പെൻസിലും ഇറേസറും ഒക്കെ ആയിരിക്കും. സോ അതൊക്കെ ആ ഒരു ബക്കറ്റിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തിട്ട് ആ സിപ്ലോ കവറിലെടുത്ത് എൻ്റെ മേലത്തെ സ്റ്റോറേജിൽ വെച്ചു. ഓക്കെ, ക്ലീൻ ആക്കി വെച്ചത് നോക്ക് എങ്ങനെയുണ്ട്. എടുക്കരുതൊന്നും. അതെല്ലാം അതിലത്ത് വെച്ചിട്ട് ഇനി കളിച്ച് കഴിഞ്ഞാൽ അതില അതെങ്ങനെ എടുക്കുന്നത്? അപ്പൊ അത് കളിച്ച് നോക്ക്, കേക്കൂ. അത് കളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തു വെക്കണം. ഓക്കെ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഐ തോട്ട് ഐ വിൽ ഗിവ് സം ടൈം ഫോർ മൈ സെൽഫ്. അപ്പോൾ മോളവിടെ ഉറങ്ങാൻ കിടത്തി. നടക്കുന്ന നമ്മളുടെ കുളി, നന, ഭക്ഷണം കൊടുക്കൽ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങാൻ കിടന്നു. ഞാൻ സൈഡിലിരുന്നിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാനുണ്ടായിരുന്നു. സോ അതും ചെയ്തിട്ട് ഞാൻ അവിടെ റെസ്റ്റ് ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.